ഉടനെ ഞാൻ ഒറ്റയ്ക്ക് പോയി, എന്റെ ഭാര്യ ഒറ്റയ്ക്ക് പോയി ദൈവത്തോടു കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറവുകളെല്ലാം കണ്ടുപിടിക്കാൻ തുടങ്ങി. പ്രാർത്ഥന കഴിഞ്ഞ് എന്റെ ഭാര്യ വന്നു, പിന്നെ ഞാൻ വന്നു. അപ്പൊ ഭാര്യ ചോദിച്ചു, ഞാൻ നേരത്തെ രക്ഷിക്കപ്പെട്ടവളാ, അതുകൊണ്ട് ഏറ്റു പറയാനോ ഒന്നും പാപവും ഇല്ല. കുഞ്ഞിക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് എന്റെ പാപം അതിന് കാരണമായിട്ടില്ല എന്നാ എനിക്ക് തോന്നുന്നു. ഞാൻ എല്ലാം ഏറ്റു പറഞ്ഞവളാണ്. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചല്ലോ, അതെ, എനിക്കും അതുപോലെ തന്നെ ഒന്നും തോന്നിയിട്ടില്ല. ഞാനും പരിശോധന ചെയ്തു നോക്കി, ഏതെങ്കിലും വിധത്തില് ഞാൻ പാപം ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്നും തോന്നിയിട്ടില്ല. ശരിവാ, നമുക്ക് രണ്ടുപേരും മുട്ടുകുത്തി കുഞ്ഞിന്റെ മേലെ കൈകളെ വെച്ച്, കർത്താവേ, ഞങ്ങൾ തൽപരിശോധന ചെയ്തു, ഞങ്ങൾ പരിശോധന ചെയ്തു, പക്ഷെ ഒരു തെറ്റും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എന്നാലും ഞങ്ങൾക്കും അറിയാതെ നിന്റെ മനസ്സ് ദുഃഖിപ്പിച്ച വിഷയം ഏതെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കണേ. ഞങ്ങൾ മുഖാന്തരം എന്റെ കുഞ്ഞ് മരിക്കരുത് കർത്താവേ. എന്റെ കുഞ്ഞ് അസുഖമുള്ള കുഞ്ഞായിട്ട് മാറരുത്, കൃപ ചെയ്യും എന്ന് പറഞ്ഞ് കൈവച്ച് പ്രാർത്ഥിച്ചു. കൈവച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിലെ അണങ്ങാതിരുന്ന ആ കുഞ്ഞ് പെട്ടെന്ന് കാലെല്ലാം അണങ്ങാൻ തുടങ്ങി. ഞങ്ങൾക്ക് മനസ്സിലായി. പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണ് തുറന്ന് നോക്കിയപ്പോ കുഞ്ഞ് ചിരിച്ചു കൊണ്ടിരിക്കുന്നു. ഉടനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തോത്രം ചെയ്തു. 3 മാസങ്ങൾ കഴിഞ്ഞ ശേഷം ഭാര്യ ചോദിക്കുന്നു, അന്ന് നമ്മുടെ കുഞ്ഞിക്ക് അന്ന് അത്ര വലിയ ഹൈ ടെമ്പറേച്ചർ വന്നല്ലോ, പ്രാർത്ഥിച്ച ഉടനെ അത് മാറിയല്ലോ, അപ്പോ ഏതെങ്കിലും കാരണം ഉണ്ടോ, കണ്ടുപിടിച്ചോ? ഞാൻ പറഞ്ഞു, നീയും പ്രാർത്ഥിച്ചു, ഞാനും പ്രാർത്ഥിച്ചു, ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഇപ്പൊ എന്തിനാ അതിനെ കുറിച്ച് ചിന്തിക്കുന്നു? ഇല്ല, എനിക്കൊരു സംശയം, ഇതുകൊണ്ടായിരിക്കുമോ എന്ന്. എന്തുകൊണ്ട്? ഇല്ല, ചില സമയത്തില് ബില്ല് അടയ്ക്കാതെ പോകും, ലാസ്റ്റ് മിനിറ്റിലാ ഓർമ്മ വരും. ഞങ്ങളുടെ കുടുംബത്തിലും അത് ലാസ്റ്റ് മിനിറ്റിൽ ഓർമ്മ വന്നതാണ്. അതുകൊണ്ട് ബിൽ അടയ്ക്കാതെ പോയാൽ പിന്നെ ഫ്യൂസ് എടുത്തുകൊണ്ട് പോകും, 3 ദിവസം ഇരുട്ടിലിരിക്കേണ്ടി വരും. പിന്നെ ഫൈൻ അടച്ച് പിന്നെ തന്നെ വീണ്ടും കറണ്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് കയ്യിൽ കാശില്ല. ദൈവവേലയ്ക്ക് വേണ്ടി നിങ്ങൾ വെച്ചിരിക്കുന്ന ഡ്രായറെ ഞാൻ തുറന്നു, അതിൽ നിന്ന് പൈസ എടുത്ത് ബില്ല് അടച്ചു. ഗ്യാസ് സിലിണ്ടർ വരും, കയ്യിൽ പൈസ ഇല്ല, ദൈവവേലയ്ക്ക് ഒരു പൈസ എടുത്ത് അടച്ചിട്ട് പിന്നെ പണത്തെ ഞാൻ ദൈവവേലയിൽ പെട്ടിയിൽ തന്നെ തിരിച്ചിടും. പക്ഷെ ഇടുമ്പോ ദൈവവേലയ്ക്കായി എടുത്തു വെച്ചിട്ടുള്ള പണത്തിൽ നിന്ന് എടുത്തത് കൊണ്ട് എന്റെ കുറ്റബോധത്തില് ഞാൻ തിരിച്ചു ഇടുമ്പോ ഇരട്ടിയായി പണത്തെ തിരിച്ചിടും. 200 രൂപ എടുത്താൽ 400 രൂപ അതിലെ ഇടും. പിന്നെന്താ, അതിനായിട്ട് നീ തന്നെ അത് ശരിപ്പെടുത്തിയല്ലോ, പിന്നെന്താ അതേക്കുറിച്ച് അല്ല. എന്നാലും ദൈവവേലയ്ക്ക് വേണ്ടി വെച്ച് ആ പണത്തെ കൈവച്ചത് കൊണ്ടായിരിക്കുമോ അന്ന് ആ കുഞ്ഞിക്ക് വന്നത്? ഇതുകൊണ്ടായിരിക്കുമോ എന്ന് എനിക്കൊരു സംശയം. രണ്ടുപേരും മുറിക്കകത്ത് പോയി മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവേ, ഇങ്ങനെ ഒരു പുതിയ സംശയത്തെ എന്റെ ഭാര്യ ചോദിക്കുന്നു. എങ്ങനെ കർത്താവേ? ഭാര്യ ചോദിക്കുന്നു, ഇതുകൊണ്ടായിരിക്കുമോ? അപ്പൊ ദൈവം പറഞ്ഞ മറുപടി എന്തായിരുന്നു? ഇതുകൊണ്ടായിരിക്കുമോ എന്ന് നിന്റെ ഭാര്യ ചോദിച്ചത് എന്റെ മനസ്സിൽ വലിയ സന്തോഷമുണ്ടായി. കാരണം പറഞ്ഞിട്ടില്ല, അതോടെ മടങ്ങി വന്നു ഞങ്ങൾ. പക്ഷെ അന്ന് മുതൽ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി, ഏത് പ്രശ്നങ്ങൾ വന്നാലും ഇതുകൊണ്ടായിരിക്കുമോ, ഇതുകൊണ്ടായിരിക്കുമോ, ശരി അത് ശരിപ്പെടുത്താം, ഇതുകൊണ്ടായിരിക്കുമോ, ശരി ഇത് നമുക്ക് ശരിപ്പെടുത്താം. ഇങ്ങനെ നാം ചെയ്താൽ, നമ്മെ പരിശോധന ചെയ്താൽ ആത്മീയത്തിലും വളരാൻ സാധിക്കും, ദൈവവും മനസ്സിലായും. ആവശ്യമില്ലാതെ പിശാചിനെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. ഇത് കൂടത്തുറുമാ, ഇത് സാത്താൻ പിശാചിന്റെ ശല്യമായിരിക്കുമോ, ഇല്ല അസൂയമായിട്ടുള്ളവർ നമുക്ക് എതിരായിട്ട് ഇതുപോലെ ചെയ്തിരിക്കുമോ, അത് ഒന്നും നമുക്ക് ചിന്തിക്കാൻ പാടില്ല. നമ്മുടെ കുറവുകളെ കണ്ടുപിടിച്ച് നാം അത് റെക്ടിഫൈ ചെയ്താലേ മതി. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം മാറും. ഇതുകൊണ്ടായിരിക്കുമോ എന്ന് ചോദിച്ചതില് ദൈവത്തിന് എന്തൊരു സന്തോഷം. അങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ച ഉടനെ കുഞ്ഞിന് ഫീവർ ഐസ് വെച്ച് ഇറക്കിയ മാതിരി
ഫീവർ സൗഖ്യമായി. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. അതുകൊണ്ട് ഒരു വരം ഉണ്ടെങ്കിൽ മാത്രമേ ഈ രോഗം സൗഖ്യമാകും. അങ്ങനല്ല. നിന്റെ പ്രാർത്ഥന മതി, നിന്റെ വിശ്വാസ ജീവിതം മതി. നീ പ്രാർത്ഥിച്ചാലും രോഗം സൗഖ്യമാകും. നീ പ്രാർത്ഥിച്ചാലും ഭൂതങ്ങൾ പുറത്താകും. അങ്ങനെ ഈ പിശാസ് പാതാളത്തേക്ക് അയക്കാനും നിന്നെ കൊണ്ട് സാധിക്കാതെ, ശപിക്കാനും സാധിക്കാതെ, അത് നരകത്തേക്ക് പോയെന്ന് പറഞ്ഞാൽ അത് പോകത്തില്ല. മാത്രമല്ല, അത് വിരട്ടാൻ ഒരു പ്രത്യേക വരം ആവശ്യമില്ല. വരമില്ലാതെ തന്നെ ഒരു യഥാർത്ഥ വിശ്വാസി ആരായാലും ഏത് സഭയായാലും നീ പ്രാർത്ഥിച്ചാലും പിശാസ് താണിപ്പോ. What is your opinion about the love marriage? ആരോ വളരെ പ്രശ്നത്തിന്റെ ഇടയിൽ അകപ്പെട്ടിരിക്കുന്നു. അപ്പോ ഒത്തിരി പേരുടെ ആഗ്രഹം, ഭാരം ഇത് അറിയാൻ വേണ്ടി. Is it sin? ലവ് മാരേജ്, പ്രേമിച്ച് കല്യാണം കഴിക്കുന്നത് പാപമോ? പാപമല്ല. രക്ഷപ്പെട്ടു. ആരോ ചിലർ പറയുന്നത് പോലെ ഉണ്ട്. പക്ഷെ പാപമല്ല. പക്ഷെ വേദവചനത്തിന്റെ ചിട്ടല്ല. അത് മനസ്സിലാക്കണം. പ്രേമിച്ച് കല്യാണം കഴിക്കുന്നത് പാപമല്ല. പക്ഷെ ബൈബിളിന്റെ അടിസ്ഥാനം, ബൈബിളിന്റെ ചിട്ട അല്ല അത്. അത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. വേദപുസ്തകത്തിലെയേ പ്രേമിച്ച് കല്യാണം കഴിച്ച ഒരാളുണ്ട്. ആരായിരിക്കും? പറഞ്ഞാട്ടെ. ഇത് ആരാധന അല്ല. അച്ചടക്കത്തോടെ അങ്ങനെ ഇരിക്കണം. ഓപ്പണായിട്ട് നമുക്ക് സംസാരിക്കാം. ആര്? അഡ്രസ് തെറ്റാ നിങ്ങൾ പറയുന്നത്. ആര്? നോ. ആർക്കെങ്കിലും അറിയുമോ? പ്രേമിച്ച് കല്യാണം കഴിച്ച ഒരു വ്യക്തി ബൈബിളിലുണ്ട്. യാക്കോബ്. അവനാണ് ഒരു പെണ്ണെ പ്രേമിച്ചു. പക്ഷേ ഒടുവിൽ എന്താ സംഭവിച്ചത് നിങ്ങൾ അറിയുമോ? പ്രേമിച്ചത് ഒരു പെണ്ണെ, പക്ഷെ കിട്ടിയത് 2 പെണ്ണ്. അപ്പൊ അതേമാതിരി നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കരുത്. പക്ഷെ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തില് ഈസാക്കിന് ഏർപ്പാട് ചെയ്ത ആ ക്രമീകരണമാണ് ബിബ്ലിക്കലായിട്ടുള്ള ഏർപ്പാട്. അപ്പൊ ചിലർ പറയും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ എങ്ങനെയാ കഴുത്ത് നീട്ടുന്നത്? ഒന്ന് നമ്മ ഒരുത്തർ സംസാരിച്ച് മനസ്സിലാക്കണ്ടേ? അവരുടെ ബലഹീനത എന്താ, എന്റെ ബലഹീനത എന്താ? ഇങ്ങനെ ബോയ് ഫ്രണ്ട്സ് അമേരിക്ക, ഓസ്ട്രേലിയ അതുപോലെ ഉണ്ട്. 4 ബോയ് ഫ്രണ്ട്സ്, 4 ഗേൾ ഫ്രണ്ട്സോടെ അങ്ങനെ പെരുമാറി അവരോട് കൂടെ സംസാരിച്ച് അങ്ങനെ ഫ്രണ്ട്സ് വെച്ച് സംസാരിച്ച് പിന്നെ ഒടുവില് ആരെയാണ് വിവാഹം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോഴാണ് ഒരു വ്യക്തിന്റെ മനസ്സ് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുമെന്ന അവരുടെ ധാരണ. തെറ്റ്. ഒരിക്കലും നിങ്ങൾ എത്ര പ്രാവശ്യം നിങ്ങൾ പരിചയപ്പെട്ട് നിങ്ങൾ പഴകിയാലും ഒരു വ്യക്തിന്റെ ഹൃദയത്തെ അറിയുന്ന ശക്തി ഉനക്കില്ല. അവൻ പറയും എന്റെ ഹൃദയം എല്ലാം നിനക്ക് തരാൻ, എന്തോ പൊതി കട്ടി വെച്ച മാതിരി. ഇവളും പറയും എന്റെ ഹൃദയം മുഴുവൻ നിനക്ക് വേണ്ടി എന്ന് പറയും. പക്ഷേ ആരുടെ ഹൃദയത്തെയും നിങ്ങൾ ആരും കണ്ടുപിടിക്കാൻ സാധിക്കാതെ ദൈവം മാത്രമേ. മനുഷ്യൻ നോക്കുന്ന വിധത്തിലല്ല ഞാൻ നോക്കുന്നത്. മനുഷ്യൻ മുഖം നോക്കും, ദൈവം ഹൃദയത്തെ നോക്കും. അതുകൊണ്ട് നാം ചെയ്യേണ്ട കാര്യം എന്നാൽ മാതാപിതാക്കളോ സഭയിലുള്ള ഭാരവാഹികളോ വിശ്വാസികളോ അച്ഛന്മാരോ ഇങ്ങനെയുള്ളവർക്ക് ചുമതല ഏൽപ്പിക്കണം. ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ പ്രായപൂർത്തിയായ പയ്യനുണ്ട്, പെണ്ണുണ്ട്, ഏതെങ്കിലും നല്ല ഒരു അലയൻസ്, അവളുടെ പഠിത്തം ഇദ്ദേഹത്തിന്റെ പയ്യന്റെ പഠിത്തം ഇങ്ങനെ, അവന്റെ ഹൈറ്റ് ഇങ്ങനെ. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തില് പ്രാർത്ഥനയോട് നിങ്ങൾ തിരക്കുമ്പോ തീർച്ചയായിട്ടും ദൈവനാമം മഹിമപ്പെടുവാനും
ആത്മീകമായ ഒരു പെണ്ണായിരുന്നാൽ ആത്മീകമായ ഒരു പയ്യൻ കിട്ടാൻ സാധ്യതയുണ്ട്. ദൈവം ഒരിക്കലും അതിലെ നിന്നെ വഞ്ചിക്കുന്നില്ല. നല്ല വിധത്തിൽ അത് ചെയ്യും. നീ രക്ഷിക്കപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവം മറ്റവർ മുഖാന്തരമായി നിനക്ക് നല്ല ഒരു അലയൻസ് കാണിച്ചു തരും. ഇത് നല്ല ഏർപ്പാടാണ്. പരിചയപ്പെട്ട് പിന്നെ വിവാഹം ചെയ്യുന്നെന്ന് പറയുന്നത് ഇത് നമ്മുടെ കൾച്ചർ മാത്രമല്ല, നമ്മുടെ കൾച്ചർ അല്ല, മാത്രമല്ല വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല. പരിചയപ്പെട്ട് വിവാഹം ചെയ്യുന്നത് ഒരു വിധത്തിൽ നല്ലതാ. പക്ഷെ എന്നാലും യഥാർത്ഥമായി ഓരോരുത്തരുടെ ഹൃദയത്തെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിൽ പരമേക്ഷിച്ചാട്ടെ ഈസാക്കിന്റെ കാര്യത്തിന് മാതാപിതാക്കൾ ഒരു ഏർപ്പാട് ചെയ്തു. പെണ്ണെ കൂട്ടിക്കൊണ്ട് വേലക്കാരൻ വരുന്നു. വചനം എന്താ പറയുന്നു? ഈസാക്ക് മരുഭൂമിയിലെ പ്രാർത്ഥനയിൽ നിന്ന് എണിച്ചു വരുന്നു. പെണ്ണ് വന്ന് എത്തി വീട്ടിലേക്ക് എന്ന് അറിഞ്ഞ ഉടനെ അവൻ എവിടെ ഇരുന്ന്? പ്രാർത്ഥനയില്ല. കർത്താവെ, വരുന്ന പെണ്ണ് എങ്ങനെ ഉണ്ടോ അറിയാൻ പാടില്ല. അവരുടെ സ്വഭാവം എങ്ങനെയോ, കാന്താരിയോ അല്ലെങ്കിൽ കയതോ ഒന്നും അറിയാൻ പാടില്ല. പക്ഷെ എന്റെ മനസ്സ് നിനക്കറിയും, എന്റെ ബലഹീന നിനക്കറിയും. എന്റെ ഹൃദയത്തിന് ഏറ്റ എന്റെ ബലഹീനത്തെ മനസ്സിലാക്കുന്ന ഒരു പെണ്ണായി എന്റെ മാതാപിതാക്കൾക്ക് ദൈവം എന്നെ കാണിച്ചു തരണേ. ഇങ്ങനെ അവൻ പ്രാർത്ഥിച്ചിരിക്കണം. ഇതാണ് ശരിക്കുള്ള വഴി. അതുകൊണ്ട് ടോട്ടലായിട്ട് പറയട്ടെ, പ്രേമ വിവാഹം തെറ്റ് പാപമല്ല. പക്ഷെ വേദപുസ്തകത്തിന്റെ ഒഴുങ്കല്ല, ചിട്ടയല്ല. പിന്നെ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധികാരത്തിൽ ഒരു ചെറിയ കാര്യമുണ്ട്. അതിലെ യേശു ക്രിസ്തു, ഞാൻ വിശന്നിരുന്നു, പക്ഷെ നിങ്ങൾ ആരെയും എനിക്ക് ഭക്ഷിക്കാൻ ആഹാരം കൊടുത്തിട്ടില്ല. ഞാൻ രോഗക്കിടക്കലിരുന്നു, നിങ്ങൾ ആരെയും എന്നെ വന്ന് കണ്ടിട്ടില്ല. ഞാൻ തടവുകാരനായിരുന്നു, തടവിലിരുന്നു, നിങ്ങൾ എന്നെ വന്ന് ഒന്നും നോക്കിയിട്ടില്ല. അപ്പൊ ഇത് ഏത് അർത്ഥത്തിലാണ്? സിമ്പിൾ സോഷ്യൽ വർക്ക് ചെയ്യുവാൻ ക്രിസ്ത്യാനികൾക്ക് ദൈവം പഠിപ്പിക്കുന്ന കാര്യം. വെറും ആത്മീക കാര്യം മാത്രമല്ല, ഇങ്ങനെയുള്ള കാര്യത്തിലും സഭകൾ ഇടപെടണം. അങ്ങനെയല്ല ഇപ്പൊ നമ്മുടെ സഭ കൂടെ ഇടപെട്ടിരിക്കുന്നല്ലോ. വിസ ഇല്ലാതെ ജയിലിൽ കിടക്കുന്നവർക്ക് ഇപ്പൊ സഭയായിട്ട് ചേർന്ന് പൈസ കൊടുത്ത് എത്ര പേര് ഇപ്പൊ അയക്കാൻ പോകുന്നത്? എത്രയോ 50, 70 എന്തോ അറിയാൻ പാടില്ല. അത്ര പേർക്കും ഫ്ലൈറ്റ് ചാർജ് എല്ലാം കൊടുത്ത് തടവിൽ നിന്ന് അവരെ വിടുവിച്ച് അവരുടെ മാതാപിതാക്കൾക്ക് അവരുടെ കുടുംബത്തിലേക്ക് തിരിച്ചയക്കാൻ നല്ല ഒരു ഏർപ്പാട് ചെയ്യുന്നുണ്ട്. ഈ സാമൂഹ്യ സേവനയെ ദൈവമക്കൾ മനസ്സിലാക്കാനാ യേശു പറയുന്നു, ഇത് നിങ്ങൾ ചെയ്താൽ അത് എനിക്ക് വേണ്ടി ചെയ്തതായിട്ട് കരുതിക്കൊള്ളണം. ഒരു തടവിലുള്ള ഒരാളെ നിങ്ങൾ രക്ഷപ്പെടുത്തി അവനെ വിടുവിച്ച് അവന്റെ നാട്ടിലേക്ക് നിങ്ങൾ തിരിച്ചയച്ചാൽ എന്നെ തടവിൽ നിന്ന് വിടുവിച്ചതിന് തുല്യം. ഒരു രോഗത്തിലുള്ളവനെ നിങ്ങൾ പോയി കണ്ട് അവനെ ആശ്വാസപ്പെടുത്തി അവർക്ക് ഓപ്പറേഷൻ ചെലവുക്ക് എന്തെങ്കിലും നിങ്ങൾ സഹായിച്ചാൽ ഞാൻ രോഗക്കിടക്കൽ ഇരുന്ന് എന്നെ സഹായിച്ചതിന് തുല്യം. ഇതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഇതിന്റെ വിവരം ഇനി കൂടുതലായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ അടുത്തത് കർത്താവിന്റെ വചനത്തിലേക്ക് ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആർക്കെങ്കിലും ഞാൻ പറഞ്ഞ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് എഴുതാം. ഡോക്ടർ പുഷ്പരാജ്, സേലം 5, ഇന്ത്യ. ഡോക്ടർ പുഷ്പരാജ്, സേലം 5, ഇന്ത്യ.